ചരിത്രപ്രസിദ്ധമായ കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രം അധികൃതരുടെ അവഗണനയിൽ നാശോന്മുഖമാകുന്നതായി പരാതി. കാലപ്പഴക്കം കൊണ്ടും കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതുകൊണ്ടും ജീർണാവസ്ഥയിലായ ക്ഷേത്രത്തിന്റെ ഗോപുരവും മണ്ഡപങ്ങളും ഏത് നിമിഷവും നിലം പൊത്താവുന്ന അവസ്ഥയിലാണ്. ക്ഷേത്ര സംരക്ഷണത്തിനായി ശക്തമായ പ്രതിഷേധത്തിനൊരുങ്ങുകയാണ് ഭക്തജനങ്ങൾ. ആയിരക്കണക്കിന് വർഷങ്ങളുടെ പഴക്കവും ചരിത്രപ്രസിദ്ധിയുമുള്ള കവിയൂർ ശ്രീ മഹാദേവ ക്ഷേത്രമാണ് ഇന്ന് അധികൃതരുടെ അവഗണനയാൽ ജീർണാവസ്ഥയിലാകുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കൃത്യമായ അറ്റകുറ്റപ്പണികൾ നടത്താത്തതാണ് ക്ഷേത്രത്തെ ഈ ജീർണാവസ്ഥയിൽ എത്തിച്ചിരിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാന ഗോപുരവും മണ്ഡപങ്ങളും ഏതു സമയവും നിലംപൊത്താവുന്ന അവസ്ഥയിലാണ് എന്ന് ഭക്തജനങ്ങൾ പറയുന്നു. ശബരിമലയും ആറന്മുളയും മലയാലപ്പുഴയും കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രവും കവിയൂരാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ക്ഷേത്രത്തിനോട് നടക്കുന്ന ഒരു അവഗണനയാണ് ഇപ്പോൾ ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു മെയിൻ്റനൻസ് കൃത്യമായിട്ട് നടക്കാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. നല്ല പഴക്കമുള്ളതാണ്. എല്ലാ സ്ട്രക്ചറിനും ഏറ്റവും കുറഞ്ഞത് 350-400 കൊല്ലത്തിൽ കുറഞ്ഞ സ്ട്രക്ചറുകളൊന്നും തന്നെ ഇവിടെ ഇല്ല. ക്ഷേത്രത്തിനുള്ളിലെ കുളം ഇന്ന് കാടുകയറി നശിച്ച നിലയിലാണ്. മാലിന്യങ്ങൾ കുന്നുകൂടി കിടക്കുന്നതിനാൽ കുളത്തിലെ വെള്ളം ഉപയോഗിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ക്ഷേത്രത്തിൻ്റെ വലിയ മതിൽക്കെട്ടുകൾ പലയിടത്തും ഇതിനോടകം തന്നെ തകർന്നു വീണിട്ടുണ്ട്. പക്ഷേ ഈ ക്ഷേത്രത്തിൽ നിന്ന് കാണിക്ക എടുത്തുകൊണ്ട് പോകുക അല്ലാതെ ദേവസ്വം ബോർഡിൻ്റെ യാതൊരു ഉത്തരവാദിത്വം ഇന്നുവരെ ഉണ്ടായിട്ടില്ല. ക്ഷേത്രത്തിലെ 2 കുളങ്ങൾ, തന്ത്രിമഠം, ക്ഷേത്രത്തിൻ്റെ പാർക്കിംഗ് ഏരിയ, ക്ഷേത്രത്തിനകത്തെ കാര്യങ്ങൾ യാതൊരു വിധമായ കാര്യങ്ങളും ചെയ്യുന്നില്ല. ഇവിടുത്തെ ഗോപുരം ഇടിഞ്ഞു തൂണ് മാറി നിൽക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളായി. ക്ഷേത്രത്തിൻ്റെ ഈ ദുരവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് ഭക്തജനങ്ങൾ ദേവസ്വം ഓംബുഡ്സ്മാനിലടക്കം നിരവധി പരാതികൾ നൽകിയിരുന്നു. എന്നാൽ നാളിതുവരെയായിട്ടും യാതൊരുവിധ നടപടിയും സ്വീകരിക്കാൻ അധികൃതർ തയ്യാറായിട്ടില്ല. ഇത് നമ്മൾ പലതവണ ഉദ്യോഗസ്ഥരുടെ മുന്നിൽ എത്തിച്ചതാണ്. പരാതിയായിട്ടും റിട്ടേൺ കംപ്ലയിൻ്റ് ആയിട്ടും മെയിലായിട്ടും അങ്ങനെ പലതവണ പല പരാതികൾ നമ്മൾ കൊടുത്താണ്. പക്ഷേ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉചിതമായൊരു നടപടി ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം. ദേവസ്വം ബോർഡിന് ക്ഷേത്രത്തിലെ കാണിക്കപ്പണത്തിൽ മാത്രമാണ് കണ്ണെന്നും ലക്ഷക്കണക്കിന് രൂപ വരുമാനമുള്ള ക്ഷേത്രത്തിൻ്റെ സംരക്ഷണത്തിൽ യാതൊരു ശ്രദ്ധയുമില്ലെന്നുമാണ് ഭക്തരുടെ പ്രധാന ആരോപണം. അധികൃതരുടെ ഈ കടുത്ത അനാസ്ഥയ്ക്കെതിരെ വരും ദിവസങ്ങളിൽ ശക്തമായ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കാനാണ് ഹൈന്ദവ സംഘടനകളുടെ തീരുമാനം. അമൃത ന്യൂസ്, പത്തനംതിട്ട.